നെറ്റ്മിറർ എന്ന് പറയുന്ന ആപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, അതൊരു പൈറസി ആപ്ലിക്കേഷനാണ്. പൈറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. എന്നാൽ എന്തായിരിക്കും അവരുടെ ബെനിഫിറ്റ് എന്ന് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബിഫോർ ഗിവിംഗ് ദ പെർമിഷൻസ് ആൻഡ് ഓൾ. യെസ്, എന്നാൽ ഞാൻ ചിന്തിച്ചു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇത് യൂസ് ചെയ്ത് എനിക്ക് റെക്കമെൻഡ് ചെയ്തു. അതുകൊണ്ട് ഇത്രയും വലിയ സെർവേഴ്സും ഇത്രയും ആൾക്കാരും ഇത്രയും ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ആൻഡ് ദേ ആർ അപ്ഡേറ്റിംഗ് ഇറ്റ് ഈച്ച് ആൻഡ് എവറി ഡേ. അവരെങ്ങനെ അത് ചെയ്യുന്നേ? ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഞാൻ ചിന്തിച്ചത് ഇവരുടെ പ്രോഫിറ്റ് എന്തായിരിക്കും ഇതിൻ്റെ അകത്ത്. ദെൻ ഐ തോട്ട് യെസ്, ഐ നീഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൺ ദാറ്റ്. സോ ഈ ഒരു ചാനലിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ, നെറ്റ്മിറർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എൻ്റർലി നമ്മൾ ഡികമ്പോസ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് നിങ്ങളിൽ നിന്ന് എന്തൊക്കെ ഡേറ്റ അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്താണെന്നുള്ള കാര്യം ഇവിടെ റിവീൽ ചെയ്യാനായിട്ട് പോവാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റയർ ഇൻവെസ്റ്റിഗേഷൻ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഇഫ് യു ആർ സൈബർ സെക്യൂരിറ്റി എന്തൂസിയസ്റ്റ്, ഷുവർലി ഫസ്റ്റ് ടു എൻഡ് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓവറോൾ അനാലിസിസ് ഞാൻ പറയുന്നതായിരിക്കും. സോ നമുക്ക് ജസ്റ്റ് എന്താണ് നെറ്റ്മിറർ എന്നുള്ള കാര്യം ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ മൈ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ്മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലെ ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. ആൻഡ് വാട്ട് ദേ ആർ ഡൂയിങ് നത്തിങ് മച്ച്. പൈറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് തരിക. ഇത് തന്നെയാണ് അവർ ചെയ്യുന്നത്. സോ ഇതിനെ ഇപ്പോൾ ആപ്ലിക്കേഷനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതായത് ആൻഡ്രോയിഡ് ഡൗൺലോഡ് ചെയ്യാം, iOS ഡൗൺലോഡ് ചെയ്യാം, PC-യിൽ ഡൗൺലോഡ് ചെയ്യാം, TV-യിൽ ഡൗൺലോഡ് ചെയ്യാം, എവറിത്തിങ്. ആൻഡ് ദേ ആർ സേയിങ് ഇറ്റ് ഈസ് വെരിഫൈഡ് ബൈ വൈറസ് ടോട്ടൽ ആസ് വെൽ. 100% ക്ലീൻ ആണ്, സെക്യൂർ ആണ്, മാൽവെയർ ഫ്രീ ആണെന്നൊക്കെ. സോ എനിക്ക് അതിൻ്റെ അകത്തൊട്ടും ട്രസ്റ്റ് ഇല്ല. കാര്യം ഒരു രീതിയിലുള്ള പ്രോഫിറ്റും ഇല്ലാതെ, ആഡ്സോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ, ഹൗ ദേ ആർ ഗെറ്റിംഗ് ദിസ് മണി. സോ അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓക്കെ എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലോട്ട് ചെയ്യാം. സോ വാട്ട് ഐ ഹാവ് ഡൺ ഈസ്, ഞാനിവിടെ നെറ്റ്മിററിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഡീകമ്പൈൽ ഇറ്റ്. ഡീകമ്പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാൻ എൻ്റെ ബോർഡിലേക്ക് നിങ്ങൾ നോക്കാം. സോ ഇതാണ് നമ്മുടെ നെറ്റ്മിററിന്റെ ആപ്പ് എന്ന് കൺസിഡർ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ഡെവലപ്പേഴ്സ് ഇരുന്ന് കോഡ് എഴുതും. അവര് ഈ പറയുന്ന കോഡ് മേ ബി ഇറ്റ്സ് വിൽ ബി ഇൻ ജാവ ഓർ ഫ്ലട്ടർ അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ലാംഗ്വേജിൽ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറെ ലൈൻസ് ഓഫ് കോഡ് എഴുതി ഒരു കമ്പൈലർ ത്രൂ കമ്പൈൽ ചെയ്യും. അതായത് ഇതിനെ ഹ്യൂമൻ റീഡബിൾ കോഡിനെ മെഷീൻ റീഡബിൾ കോഡാക്കി കൺവെർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. കമ്പൈൽ ചെയ്തിട്ട് വരുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ അഥവാ APK. ഈ APKനെയാണ് നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്യാനായിട്ട് പോവാം. റിവേഴ്സ് ചെയ്യാൻ മീൻസ് നമ്മൾ ഈ കമ്പൈൽ ചെയ്തതിനെ ഡീകമ്പൈൽ ചെയ്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. സോ ഇനി നമുക്ക് ഡയറക്റ്റ് ടു Kali Linux മെഷീൻ. സോ മെഷീൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. ഇതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേര് APK ടൂൾ എന്നാണ്. APK ടൂൾ dnetmirror.apk. ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡീകമ്പൈലേഷൻ. സോ ഇത് ഡീകമ്പൈൽ ആവുന്നുണ്ട്. യെസ്, നൗ നമുക്ക് ഇതിനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്മിറർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദാറ്റ് ഫോൾഡർ. യെസ്, ഇവിടെ ആൻഡ്രോയിഡ് manifest.xml assets ആൻഡ് എവറിത്തിങ് ഈസ് ദെയർ. സോ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. ഇതെന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ സ്ട്രക്ചറാണ്. അതായത് ഒരു APK എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റിന്റെ അകത്ത് വരുന്ന കണ്ടന്റ്സ് ആണ് അസെറ്റ്സ്, ദെൻ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ്. ഓക്കെ, സോ എന്താണ് ഈ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ്? നമുക്ക് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ അവർ പ്രൈമറിലി ചെക്ക് ചെയ്യുക ഈ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ആണ്. ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒരു പാസ്പോർട്ട് ആണ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ്. ഇതിന്റെ അകത്ത് എല്ലാ കണ്ടന്റ്സും ഉണ്ടാവും. എന്തൊക്കെ പെർമിഷൻസ് ആണ് ഇത് ആസ്ക് ചെയ്തേക്കുന്നത്, ദെൻ ഇതിന്റെ ഡെവലപ്പേഴ്സ് ആരാണ്, ഏത് നേറ്റീവ് ലാംഗ്വേജിലാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, ഓർ ഫ്ലട്ടർ പോലുള്ള ലാംഗ്വേജിന്റെ അകത്താണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. എൻ്റയർ കണ്ടന്റ് ഷുഡ് ബി ഇൻ മാനിഫെസ്റ്റ്. സോ നമുക്ക് ഇനി അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഞാനിപ്പോൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് JADX GUI എന്ന് പറയുന്ന ഒരു UI ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സോ ഇതിന്റെ അകത്ത് വന്നിട്ട് ഓപ്പൺ ഫയലിൽ പോവാ, netmirror.apk, സെയിം കണ്ടന്റ് നമ്മൾ നേരത്തെ കണ്ട അതേ കണ്ടന്റ്സ് തന്നെ ഇവിടെ വരും. ദ ഡീകമ്പൈലേഷൻ വിൽ ബി ഹാപ്പനിങ് ഓൺ ഇറ്റ്സ് ഓൺ തിങ്. സോ നമ്മൾ അതിനകത്ത് കൺസേൺ ആവേണ്ട കാര്യമില്ല. ഇതിപ്പോ ഞാൻ ഓൾറെഡി ഫോൺ സൈസ് കൂട്ടിയിട്ടേക്കുന്നുണ്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് റിസോഴ്സസിന്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് കാണാനായിട്ട് പറ്റും. ദിസ് ഇസ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ്.
ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദീസ് ആർ ദി പെർമിഷൻസ്. ഇത്രയും പെർമിഷൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വന്ന പെർമിഷൻ ആണ് ഇന്റർനെറ്റ്. സോ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ അകത്ത് നമ്മൾ ഓതറൈസ് ചെയ്ത് കൊടുക്കുന്ന, ആക്സസ് ചെയ്യാൻ കൊടുക്കുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും. സോ ഒബ്വിയസ്ലി ഇന്റർനെറ്റ് വേണം. അതൊരു ലെജിറ്റിമേറ്റ് ആയ കൺസേൺ ആണ് അല്ലെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിന് ഇപ്പോൾ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന് ഒബ്വിയസ്ലി എന്ത് ആവശ്യമുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. സോ ഇത് ലെജിറ്റിമേറ്റ് ആണ്. രണ്ടാമതായിട്ട് തന്നേക്കുന്ന സാധനമാണ് റൈറ്റ് സെറ്റിംഗ്സ്. റൈറ്റ് സെറ്റിംഗ്സ് ഈസ് നോട്ട് എ ലെജിറ്റിമേറ്റ് തിങ്. കാര്യം അതൊരു ലെജിറ്റിമേറ്റ് അല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. എന്നാലും ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ, ഇതിന്റെ ആവശ്യം എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. സോ എന്താണ് റൈറ്റ് സെറ്റിംഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൈറ്റ് സെറ്റിംഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് കൂടി നമ്മുടെ ഫോണിന്റെ അകത്തുള്ള ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ്നെസ് ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്. എൻ്റെ സിസ്റ്റത്തിൽ എല്ലായിടത്തും എല്ലാ സോഫ്റ്റ്വെയറിനും ഒരേ ടൈമിൽ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. നിങ്ങളിപ്പോ ഫ്ലിപ്കാർട്ടിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്രൈറ്റ്നസ് 59% ആണെന്ന് കൺസിഡർ ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് ആമസോണിലേക്ക് ആപ്ലിക്കേഷൻ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഓൺ അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി 59%. സോ അതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. ഇങ്ങനെയുള്ള വേരിയബിൾസിനെ ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന റൈറ്റ് സെറ്റിംഗ്സ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് റിംഗ് ടോൺ. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ റൈറ്റ് സെറ്റിംഗ് പെർമിഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ആപ്ലിക്കേഷൻ ക്യാൻ ചേഞ്ച് യുവർ റിംഗ് ടോൺ, നിങ്ങളുടെ ഈ പറയുന്ന എന്താണ് ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ്, ഇങ്ങനെയുള്ള കണ്ടന്റ്സ് എല്ലാം തന്നെ ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർമിഷൻ ആണ് ഈ പറയുന്ന ഇന്റർനെറ്റ് പെർമിഷൻ. ദെൻ കൺസിഡർ റൈറ്റ് സെറ്റിംഗ്സ്. Then access network state. This is the one of the important thing. Access network state and access Wi-Fi state. ഇന്റർനെറ്റ് എന്ന് പറയുന്ന പെർമിഷന് പുറമെയാണ് അവർ ചോദിച്ചേക്കുന്നത് ആക്സസ് നെറ്റ്വർക്ക് സ്റ്റേറ്റും ആക്സസ് വൈഫൈ സ്റ്റേറ്റും. സോ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സസ് നെറ്റ്വർക്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്റ്റാറ്റസ്, അതായത് നിങ്ങളൊരു സിമ്മില് യൂസ് ചെയ്ത് ഒരു നെറ്റാണ് യൂസ് ചെയ്തെങ്കിൽ, ലൈക്ക് നമ്മുടെ മൊബൈൽ ഡേറ്റ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് ആക്സസ് നെറ്റ്വർക്ക് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻ ദി അതർ ഹാൻഡ് നിങ്ങളൊരു വൈഫൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആക്സസ് വൈഫൈ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാനായിട്ട് പല പല സ്റ്റേജസ് ഉണ്ട്. ഇറ്റ് കുഡ് ബി ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുന്നത് മൊബൈൽ ഡേറ്റയിലാണെങ്കിൽ അത് കുറച്ച് എമൗണ്ട് ഓഫ് ഡേറ്റ പിടിക്കാവൂ എന്ന് ഡെവലപ്പേഴ്സ് വിചാരിക്കുകയാണ്. ഇറ്റ് ബി ഒരു 480p വേണം അത് മൊബൈൽ ഡേറ്റയിൽ സ്ട്രീം ചെയ്യാൻ. ദെൻ വൈഫൈയിലോട്ട് സ്വിച്ച് ആകുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് ബി 1080p. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു ഡെവലപ്പറിന് ഈ പറയുന്ന സാധനം യൂസ് ചെയ്യാം, അത് ലെജിറ്റിമേറ്റ് യൂസ് ആണ്. ഇൻ ദി അതർ ഹാൻഡ് ഈ സാധനം മെയിൻലി യൂസ് ചെയ്യുക ഡിവൈസ് ഫിംഗർ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഡിവൈസ് ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിന് ഒരു യുണീക്ക് ആയിട്ടൊരു ID കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. യുണീക്ക് ID മീൻസ് നിങ്ങളുടെ സിം ഉണ്ടാവും, നിങ്ങളുടെ IMEI നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ SSIDs ഉണ്ടാവും. അപ്പം ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ആയി വന്നൊരു യുണീക്ക് ഡിവൈസ് ആയിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ രണ്ട് സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്ക് അടുത്തത് നോക്കാം. ദീസ് പെർമിഷൻസ് ആർ കോമൺ. ഇത് നമുക്ക് ഓക്കെ, ദിസ് വൺ ഫിഷി. ലൈക്ക് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈൻഡ്, ഗെറ്റ്, ഇൻസ്റ്റോൾ, റെഫറർ സർവീസ്. നിങ്ങൾ റെഫറൻസുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? ലൈക്ക് റെഫറൻസ് മെത്തേഡ് നിങ്ങൾ ഒരുപാട് പേരും ഒബ്വിയസ്ലി കേട്ടിട്ടുള്ള കണ്ടന്റ് തന്നെ ആയിരിക്കും. അതായത് ഇത് ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ പുള്ളിക്കാരന് ഞാൻ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നെറ്റ്മിറർ തന്നെ ആയിക്കോട്ടെ റെക്കമെൻഡ് ചെയ്യുന്നു. അവനത് എൻ്റെ ലിങ്ക് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്മിറർ എന്ന് പറയുന്ന കമ്പനിയുടെ അഡ്മിൻസ് എനിക്ക് എന്ത് തരും? കുറച്ച് ക്യാഷ് തരും. സോ ഈ മെത്തേഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ റെഫറൽ സർവീസ് യൂസ് ചെയ്യുക. ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ത്രൂ ഒരു ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പെർമിഷൻ വീണ്ടും ചോദിക്കത്തില്ല ഈ പറയുന്ന ലിങ്കിനെ പറ്റിയിട്ട്. ഡയറക്ട്ലി അയാൾക്ക് അക്കൗണ്ടിലോട്ട് ഈ പറയുന്ന ആള് ജോയിൻ ആയിട്ടുണ്ടെന്ന് പറയുന്നതിന്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നത് ബൈൻഡ്, ഗെറ്റ്, ഇൻസ്റ്റോൾ, റെഫറൽ സർവീസ് എന്ന് പറയുന്ന സർവീസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇത് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് ഒരു ഫേക്ക് ആഡ് ക്യാമ്പയിൻ വഴിയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ എനിക്കൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിന്റെ അകത്ത് ഞാനൊരു ഫിഷിംഗ് ആയിട്ടൊരു ലിങ്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കണമല്ലോ. ഇപ്പം നെറ്റ്മിറർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കുറെ ആൾക്കാരിലേക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എത്താൻ വേണ്ടി ഒരു ആഡ് ക്യാമ്പയിൻ നടത്തുന്നു. അതൊരു 3 കമ്പനീസിനെ ഏൽപ്പിച്ചു. ഈ 3 കമ്പനീസിലെ ആർക്കാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് അവർക്ക് അതിനനുസരിച്ച് എമൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇറ്റ് കുഡ് ബി ലൈക്ക് ദാറ്റ്, ഓർ ഇറ്റ് കുഡ് ബി ഈ പറയുന്ന പോലെ ഫേക്ക് ആഡ്സോ മറ്റോ ഒക്കെ കാണിച്ചിട്ടായിരിക്കും. സോ ഇനി നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഓക്കെ, ഇപ്പൊ നമ്മൾ ഏകദേശം ആർക്കിടെക്ചറിലോട്ട് ഇനി കയറാനുള്ള ടൈമായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമിഷൻ സൈഡ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ആർക്കിടെക്ചറിലേക്ക് പോവാം. ഓക്കെ, ഇത് ഏത് ആർക്കിടെക്ചറിലാണ് റൺ ആവുന്നത്? നമുക്ക് ഫസ്റ്റ് കൺഫർമേഷൻ കിട്ടുന്നത് ഫേസ്ബുക്ക്
com.facebook.solloader.enabled എന്ന് പറയുന്ന ഒരു സെക്ഷൻ കണ്ടോ ആൻഡ്രോയിഡ് നെയിമിന്റെ അകത്ത്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഫേസ്ബുക്കിന്റെ ഫ്രെയിം വർക്കിന്റെ അകത്താണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ആസ് എ എന്തൂസിയാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫേസ്ബുക്കിന്റെ ഫ്രെയിം വർക്ക് ഏതാണെന്ന് നോക്കും. ഇറ്റ് ഈസ് റിയാക്ട് നേറ്റീവ്, അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. സോ റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്ന ഫ്രെയിം വർക്കിന്റെ അകത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കൊരു 50% കൺഫർമേഷൻ കിട്ടി. ദെൻ നമുക്ക് ഇതിനൊരു 100% കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. പ്രൊവൈഡറിന്റെ അകത്ത് ദേ കിടക്കുന്നു റിയാക്ട് നേറ്റീവ് കമ്മ്യൂണിറ്റി, ഇത്. സോ റിയാക്ട് നേറ്റീവ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ആയിരിക്കുന്നത്, വിച്ച് മീൻസ് എന്ത് തന്നെയാണ്, ഇതൊരു റിയാക്ട് നേറ്റീവ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ആണ്. റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്വിയസ്ലി ഈ പറഞ്ഞതുപോലെ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ജാവാ സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് വരിക. ദാറ്റ് മീൻസ് നമ്മൾ ഈ പറയുന്ന അസറ്റ്സിന്റെ അകത്ത് index.android.bundle എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ ഉണ്ട്, ഈ ഒരു ഫയൽ. ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ബ്രെയിൻ ഓഫ് ദി സിസ്റ്റം. സോ ഇതിൻ്റെ അകത്താണ് നമ്മൾ എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. ഇത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലാത്തതിന്റെ കാര്യം ഇത് എൻകോഡായി കിടക്കുന്നതുകൊണ്ടാണ്. സോ ഇത് റൈറ്റ് ചെയ്തേക്കുന്ന ജാവാ സ്ക്രിപ്റ്റിന്റെ അകത്താണ്. ഇനി നമ്മുടെ ആവശ്യം ഇത് എന്ത് എൻക്രിപ്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുക എന്നാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് അനാലിസ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ കണ്ടുപിടിച്ചു. ഈ അനാലിസിന്റെ അകത്ത് ഞാൻ കണ്ടെത്തിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പ്രൈമറിലി ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തേക്കുന്നത്, അതായത് ഇതിന്റെ ആൻഡ്രോയിഡ് ബണ്ടിൽ ബിൽഡ് ചെയ്തേക്കുന്നത്, ഇത് ഡെവലപ്പ് ചെയ്തപ്പോൾ JS-ന്റെ അകത്ത് ഡെവലപ്പ് ചെയ്തേ. എന്നിട്ട് അവരിത് ഹെർമിസ് എൻകോഡിംഗ് എന്ന് പറയുന്ന ഒരു എൻകോഡിംഗ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഇതിനെ ഹൈഡ് ചെയ്തേക്കുകയാണ്. സോ എന്തിനങ്ങനെ ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. കാര്യം ഇത് JS ആയിട്ട് കിട്ടാൻ മതി, മേ ബി ഒരു ആക്റ്റീവ് പ്രൊട്ടക്ഷന് വേണ്ടിയതാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇതിന്റെ ഒരു അതർ സൈഡ് ഇതിന്റെ അകത്തുള്ള കണ്ടന്റ് ആന്റി വൈറസിന് മനസ്സിലാവാതിരിക്കാനായിരിക്കാം. മെയിൻലി ഒരു ആന്റി വൈറസ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക നമ്മുടെ ഈ ഒരു പാർട്ട് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ദെൻ ഈ പെർമിഷൻസ് എല്ലാം ഇവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ അസറ്റ്സിന്റെ അകത്ത് വന്ന് ചെക്ക് ചെയ്യാനൊന്നും നിൽക്കത്തില്ല. സോ അങ്ങനെ ഇവേഡിങ് ടാക്ടിക് ആയിരിക്കാം മേ ബി. സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി ഇതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ ബേസിക് ഇതിന്റെ ഇൻഡെപ്ത് അനാലിസിസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ടൈം എടുക്കും. കാര്യം ഓരോ വേർഡ്സും എൻകോഡ് ചെയ്തേക്കുന്ന ഡീകോഡ് ചെയ്ത് വരണമെങ്കിൽ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് നമ്മളൊരു സ്റ്റാറ്റിക് അനാലിസിസ് ഇതിനകത്ത് ചെയ്യാനായിട്ട് പോവാം. സോ എങ്ങനെ നമ്മൾ സ്റ്റാറ്റിക് അനാലിസിസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി യൂസിങ് കാളി മെഷീൻ ഫോർ ദാറ്റ്. ഓക്കെ, കാളി മെഷീൻ്റെ അകത്തൊരു പുതിയ ടാബ് ഞാൻ ഓപ്പൺ ചെയ്യാം. ദെൻ ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് CD അസറ്റ്സിൽ ആണല്ലോ ഈ ഫയൽ ഉള്ളത്. സോ ഞാനിവിടെ റെഗുലർ എക്സ്പ്രഷൻ മാച്ചിങ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്, RG. സോ RG-NWI. ഫസ്റ്റ് നമുക്ക് എമുലേഷൻ ചെക്ക് ചെയ്യാം. കാര്യം ഇതൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആകുമ്പോഴത്തേക്കും അതൊരു എമുലേറ്ററിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ലൈക്ക് ഒരു സാൻഡ് ബോക്സ് എൻവയോൺമെന്റ് അപ്ഗ്രേഡ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ടന്റ് ഡെലിവറി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ആക്റ്റീവ് ആപ്ലിക്കേഷൻ പോലെ വേറെ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ കമ്മിങ് ടു ദി ഈ പറയുന്ന പോലെ നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ കേണലുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇതിനകത്ത് സാൻഡ് ബോക്സ് പെർമിഷൻ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദിസ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഒരു കമാൻഡ് നേരത്തെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്ത കമാൻഡാണ് വേറൊരു സോഫ്റ്റ്വെയർ റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഗോൾഡ് ഫിഷ്, ജെനൈമോഷൻ, നോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോക്സ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ്. ഇതൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആണല്ലോ. സോ അതിന്റെ പ്ലെയേഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുമല്ലോ, ഒരു വീഡിയോ പ്ലെയർ ഉണ്ടാവും. Droid 4X എന്ന് പറയുന്നത് ഒരു എമുലേറ്റർ ആണ്. VBox 86 വിർച്വൽ ബോക്സിന്റെ 86 വെർഷൻ. കാര്യം നമ്മുടെ ഫോണൊക്കെ X86 റൺ ആവുന്നത് അതാണ്. മെമു IME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ബ്ലൂ സ്റ്റാക്സ് പോലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, സോ അതിന്റെ എമുലേഷനിൽ വരുന്നതാണ്. ദെൻ ജനറിക് എന്ന് പറയുന്നത് ഡീബഗ് ചെയ്ത വെർഷൻ അങ്ങനെ വല്ലതും ആണോ, അത് ജനറിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഇതൊന്നും ക്രാഫ്റ്റ് ചെയ്തേക്കൊന്നും വന്നിട്ടില്ല. മേ ബി ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, അസറ്റ്സ് ഫയൽസിൽ അല്ലാതെ ഈ സാധനം പുറത്തിട്ടിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന സാധനം. ലൈക്ക് നമ്മളിവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ com/learnium/RN device module. RN device module എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് നേറ്റീവ് ഡിവൈസ് ഇൻഫോയ്ക്കകത്തുള്ള അത് RN device info എന്ന് പറയുന്നതാണ് അതിന്റെ പാരന്റ് അല്ലേ. ലൈക്ക് ഇപ്പം നമ്മൾ ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ RN device info എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ആയിരിക്കാം. അതിന്റെ അകത്ത് വരുന്ന ഒരു മൊഡ്യൂളാണ് RN device മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഇവർ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ എമുലേഷൻസിന് വേണ്ടിയിട്ടാണ്. ദെൻ ആൾസോ ഇവിടെ ജനറിക്ക് പറയുന്നുണ്ട്, വിച്ച് മീൻസ് ഈ ഒരു സാധനം നമ്മുടെ ഡീബഗിങ് മോഡ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു
സെക്ഷൻ ആണ്. സോ ഇതേ കണ്ടോ, ജനറിക് എറർ ഒക്കെ ഉണ്ട്. എനിവേ, സോ ദാറ്റ്സ് ഓൾസോ എ ഗുഡ് തിങ്. ലൈക്ക് നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ അതൊരു ഗുഡ് തിങ് ആണ്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ലെറ്റ്സ് ഗോ ഫോർ അസെറ്റ്സിന്റെ അകത്ത് കുറച്ചുകൂടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കാം, നമുക്ക് എന്തെങ്കിലും അതിൻ്റെ അകത്ത് കിട്ടുമോ നോക്കാം. സോ CD അസെറ്റ്സ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്ട്രിങ്സ് യൂസ് ചെയ്ത് ഈ പറയുന്ന അസെറ്റ്സിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും പെർമിഷൻസ്, ലൈക്ക് ഇത് കണ്ടോ, ഈ പറയുന്ന പെർമിഷൻസ് എന്തെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടോ നോക്കാം. ലൈക്ക് അഡീഷണൽ പെർമിഷൻസ്. നേരത്തെ നമ്മൾ കണ്ട മാനിഫെസ്റ്റിന്റെ അകത്തുള്ളത് ബേസിക് ആയിട്ടുള്ള പെർമിഷൻസ് ആണ്, അപ്പാർട്ട് ഫ്രം ദിസ് റൈറ്റ് സെറ്റിംഗ്സ്. ഇത് പക്ഷേ ചാർട്ട് ചെയ്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിനകത്ത് വരുന്ന ഒരുവിധപ്പെട്ട ആപ്ലിക്കേഷൻസിലെല്ലാം തന്നെ റൈറ്റ് സെറ്റിംഗ്സ് എനേബിൾഡ് ആയിരിക്കും, ബട്ട് അത് കൺട്രോൾഡും ആയിരിക്കും. ഇൻ ദിസ് സെനാറിയോ നമുക്ക് ഇതൊരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആവുന്നു എന്നേ ഉള്ളൂ. സോ ഈ ഒരു മാനിഫെസ്റ്റോ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ മാനിഫെസ്റ്റോ വായിച്ചു നോക്കുന്ന നമ്മുടെ പ്ലേ സ്റ്റോറിന്റെ ആന്റി വൈറസിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടാനായിട്ട് പോകുന്നില്ല. ഇതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ആണെന്നേ തോന്നത്തുള്ളൂ. സോ അവരെന്ത് ചെയ്യും, ഇത് അപ്പ് ചെയ്തിടും, നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കും. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് വല്ലതും കിട്ടുമോ നോക്കാം. ഓക്കെ, ഇത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കാൾ ഫോൺ, റീഡ് കോൾ ലോഗ്, റീഡ് SMS, എല്ലാ സാധനവും ഇതിൻ്റെ അകത്തുണ്ട്. വിച്ച് മീൻസ് നമ്മളെ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത് എടുത്ത അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സാധനത്തിന് നിങ്ങളുടെ ഫോണിലോട്ട് കോൾ ഫോൺ, അതായത് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്ത് കോൾസ് മേക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ദാറ്റ്, ഓർ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ റീഡ് കോൾ ലോഗ്, അതായത് നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു ആ നമ്പേഴ്സ് ഉൾപ്പെടെ അവർക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ റീഡ് SMS, നിങ്ങളുടെ SMSകൾ റീഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് എവിടെയാണ് യൂസ് കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ക്ലെയിം ആയിരുന്നെങ്കിൽ ഇത് 2-factor authentication എന്ന് പറയായിരുന്നു. 2FAയിൽ നിങ്ങളുടെ SMS ഒക്കെ ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബട്ട് കറന്റ് ആൻഡ്രോയിഡ് 16 എബോവ് വരുന്നതിൻ്റെ അകത്ത് ഇപ്പോൾ അത് പോസിബിൾ അല്ലാന്ന് തോന്നുന്നു. കാര്യം നമ്മളിപ്പോൾ മാനുവലി അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. either way, ഇപ്പോൾ ഇങ്ങനൊരു സാധനം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഈ പറയുന്ന ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ പെർമിഷൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പർട്ടിക്കുലർ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോൾ ലോഗിന്റെയോ പെർമിഷൻ മാത്രമല്ല കൊടുക്കുന്നത്, എൻറ്റയർ മെസ്സേജസിന്റെയും എൻറ്റയർ കോൾ ലോഗിന്റെയും പെർമിഷൻസ് ആണ്. കീപ് ഇൻ മൈൻഡ് ദാറ്റ്. സോ ഇത് ഇവർക്ക് സെല്ല് ചെയ്യാൻ കേട്ടോ, ഈസി ആയിട്ട് അവർക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ദ വൺ തിങ്. സോ ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ പെർമിഷൻസ് എല്ലാം ആസ്ക് ചെയ്യും. അതായത് നിങ്ങൾ ഈ പറയുന്ന ഓരോ പെർമിഷൻസും നിങ്ങളുടെ ഫോണിന്റെ അകത്ത് ഒരു പോപ്പപ്പ് ആയിട്ട് അലോ ഓർ ഡിനേ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. സോ നിങ്ങളത് അലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിനേ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്ന് ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് RG-NWI ഓൺ റിക്വസ്റ്റ് പെർമിഷൻസ്. ഓക്കെ, അപ്പൊ അത് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഈ പെർമിഷൻസ് എല്ലാം ജനറേറ്റ് ആവണം, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ലെജിറ്റിമേറ്റ് ആപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന പൈറസി തന്നെ ഒരു വലിയ കൺസേൺ ആണ്, അതിന് മുകളിൽ കൂടെ ഇങ്ങനൊരു ആപ്ലിക്കേഷനും കൂടി. സോ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ലൈക്ക് ഒരു ലെജിറ്റിമേറ്റ് ക്ലെയിം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കൺസിഡറിങ് ഓൾ ദോസ് തിങ്സ് പ്രോബബിലിറ്റി ഈസ് 90-10, ലൈക്ക് 90% ഇതൊരു ഇല്ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ നിങ്ങൾ പോലും അറിയാതെ സ്റ്റീൽ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം. പിന്നെ ഇത് മാത്രമല്ല, ഇതിന്റെ ഒരു റിസ്ക് എലമെന്റ് എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കൺസിഡറിങ് റിസ്ക് സൈഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കുള്ള ഐഡിയലായിട്ട് ഫോൺ വെച്ചേക്കുമ്പോൾ പോലും ഡേറ്റാസ് സെൻഡ് ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, ഈ പറയുന്ന ആപ്ലിക്കേഷന് പറ്റും. ഗൈസ്, നമ്മൾ ഒരു കാര്യം കൂടി വിട്ടുപോയി, നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ട്രിങ്സ് assets.android.bundle, നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇത് കിട്ടുമോ നോക്കാം. നമുക്ക് ലൈക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള C2 സെർവറിന്റെ വല്ലതും കിട്ടുമോ നോക്കാം. സോറി, ഓക്കെ, cat_strings.rj0. ഓക്കെ, AHR0 ഉദ്ദേശിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു ക്ലെയിം ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അനലൈസ് ചെയ്തപ്പോൾ ഇതുപോലെ കുറച്ച് സ്ക്രിപ്റ്റുകൾ കണ്ടായിരുന്നു, ലൈക്ക് ഫർദർ അനാലിസിസിൻ്റെ അത് കണ്ട സാധനമാണ്.
ഈ പറഞ്ഞ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബേസ് 64 എന്ന് പറയുന്ന ഒരു എൻകോഡിംഗ് ആണ്. സോ ഇത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ബ്രൗസറിനെ അതൊന്ന് സ്വിച്ച് ചെയ്തോട്ടെ. GTF സോറി സൈബർ ഷെഫ് വൈറ്റ് മിസ്റ്റേക്ക്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, mobidetect.xyz സംതിങ് ഫിഷി. ഞാൻ അതിനു മുമ്പ് എന്താണ് ഒരു C2 സെർവർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. C2 സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിഡർ നിങ്ങളൊരു പേഴ്സൺ ആണ് ആൻഡ് നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒരു നെറ്റ്മിറർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡയറക്ട്ലി, അതായത് വേറൊരു അറ്റാക്കറിന് ഡയറക്ട്ലി കയറി കഴിഞ്ഞാൽ അത് ഫുട് പ്രിന്റ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. അതായത് അയാളെ കണ്ടുപിടിക്കുന്നതിന് ഭയങ്കര ഈസിയാണ്. സോ ഇതിനു വേണ്ടി അറ്റാക്കേഴ്സ് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ഉണ്ട്. ഇതിപ്പോൾ അറ്റാക്കേഴ്സ് ആണെങ്കിൽ അറ്റാക്കർ ഒരു സെർവർ മേടിക്കും. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ത്രൂ ആയിരിക്കും ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്തുന്നത്. ഫസ്റ്റ് നെറ്റ്മിറർ നിങ്ങളുടെ ഫോണിന്റെ, നെറ്റ്മിറർ എന്നല്ല ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിന്റെ അകത്ത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫസ്റ്റിലെ ഒരു റിക്വസ്റ്റ് C2 സെർവർ അല്ലെങ്കിൽ സെർവറിലേക്ക് അയച്ചു കൊടുക്കും. അതായത് ഇതിനകത്ത് ആക്റ്റീവ് ആയിട്ടുണ്ട്, കോംപ്രമൈസ് ചെയ്യാൻ ടൈം ആയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കമാൻഡ് ഓട്ടോമേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തിരുന്ന് അറ്റാക്കർ ടൈപ്പ് ചെയ്തായിരിക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം ഓട്ടോമേറ്റഡ് സിഗ്നൽസ് ആയിരിക്കും വരുന്നത്. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ റിട്ടേൺ റെസ്പോൺസ് റിട്ടേൺ ചെയ്യും. സോ നെറ്റ്മിറർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. വാട്ട് ഈസ് ദിസ് തിങ് ഡൂയിങ് ഈസ്, ഈ സെർവറിന് നമ്മൾ പറയുന്ന പേരാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെർവർ. C2 സെർവർ എന്ന് സിംപ്ലി പറയും, കമാൻഡ് ആൻഡ് കൺട്രോൾ സെർവർ. ഈ സെർവർ മെയിൻലി ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അകത്തേക്കൊക്കെ ഓരോ കമാൻഡ്സ് അയച്ച് അതിനെ കൺട്രോൾ ചെയ്തു. ഇത് എങ്ങനെയാണ് അറ്റാക്കേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവരെ ബാക്ക് ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പം നെറ്റ്മിറർ ഞാനിപ്പോൾ ഈ എടുത്ത പോലെ ഈ ഒരു സെർവറിനെ എടുക്കുന്ന ടൈമിൽ ഇതിനിങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും, അതായത് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഇതിനെ ബാക്ക് ട്രാക്ക് ചെയ്യുന്ന ടൈമിൽ ഈ സെർവർ ഇരിക്കുന്ന ഒരു പ്രോക്സിയിലായിരിക്കും. ലൈക്ക് അതിന് ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ അറ്റാക്കർ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിന്റെ അകത്തോട്ട് നമുക്ക് ഡയറക്ട്ലി പെട്ടെന്ന് ആക്സസ് ചെയ്യാനും പറ്റില്ല. അത് ത്രൂ ഈ പറയുന്ന ആളുടെ ഐഡന്റിറ്റി ഒന്നുകൂടെ സേഫ് ആവുകയും ചെയ്യും. പിന്നെ ഈ സെർവറൊക്കെ മേടിക്കുന്ന ടൈം, ഇപ്പൊ ഒരു ഡൊമൈനൊക്കെ മേടിക്കാനായിട്ട് അവർ യൂസ് ചെയ്തേക്കുന്ന ക്രെഡൻഷ്യൽസ് എല്ലാം സ്റ്റോളൻ ക്രെഡൻഷ്യൽസ് ആയിരിക്കും ഫ്രം ഡാർക്ക് വെബ്. അപ്പോൾ അതിന്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല ബേസിക്കലി. സോ അതിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ദാറ്റ്സ് എ C2 സെർവർ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് റിക്വസ്റ്റ് ഇങ്ങോട്ട് എത്തിയാൽ മാത്രമേ ഇതൊരു ഫോണിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോംപ്രമൈസ് ചെയ്യാനായിട്ട് സെർവറിന് പറ്റുള്ളൂ. സോ അങ്ങനെ ഇത് ഇവിടെ എത്തുന്നതിന് മുന്നേ ഡിറ്റാച്ച് ചെയ്ത് കളയാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇതിന് നമുക്ക് DNSനെ കൺട്രോൾ ചെയ്യുന്ന സർട്ടൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും. സോ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ DNS ക്വറീസിനെ കൺട്രോൾ ചെയ്ത് ഈ MobiDetect എന്ന് പറയുന്ന ഫയലിലോട്ട് അല്ലെങ്കിൽ പറയുന്ന സെർവറിലോട്ട് പോകുന്നതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഈ പറയുന്നത്. ഐഡിലായിരിക്കുന്ന ടൈമും ഫോൺ ആക്റ്റീവ് ആവുന്നതിന്റെ ബേസിക് കേസ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആപ്ലിക്കേഷന്റെ കൺസേൺ ആണ് കേട്ടോ. നെറ്റ്മിറർ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ കൺസേൺ ആണ് ഇതെല്ലാം. സോ ഇനിയെങ്കിലും നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ടൈമിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, ലൈക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നതാണ്. സോ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിന്റെ ഓരോ റിവേഴ്സൽ വീഡിയോസും മാൽവെയറിന്റെ റിവേഴ്സൽ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ത്രൂ എ ലിങ്ക്. സോ നിങ്ങൾ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ എൻ്റെ ഡീറ്റെയിൽസ് ഉള്ളൊരു ചെറിയ ഫോർമൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ നിങ്ങൾക്ക് അഫക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കുറച്ച് കണ്ടന്റ്സ് ഉണ്ടാവും. സോ അത് നിങ്ങൾ നോക്കുക. സോ ബേസിക് അനാലിസിസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഡൈനാമിക് അനാലിസിസ് ചെയ്ത് ഈ പറയുന്ന നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് വരും. വി വിൽ ഡു ദാറ്റ് ഇൻ സം അതർ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ നെറ്റ്മിറേഴ്സ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉടനെ തന്നെ ലീക്ക് ആവുന്നത് കാണേണ്ടി വരും. ക്രെഡൻഷ്യൽസ് ഒക്കെ സ്റ്റോളൺ ആവും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി മച്ച് ഹാർഡ് ഫോർ ദം. സോ ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറയുക. ദെൻ ഓരോ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് കമന്റ് ഇറ്റ് ഡൗൺ. നമുക്ക് അത് ഇതുപോലെ റിവേഴ്സ് ചെയ്ത് നോക്കാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജിമെയിൽ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ജിമെയിൽ ഇപ്പോൾ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ യു ഗൈസ് ക്യാൻ ഗോ ത്രൂ ഓൺ ദാറ്റ്, ഓർ നിങ്ങൾക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് ഫയൽസ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് റിവ്യൂ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുക. താങ്ക് യു.